അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു. MG റോഡിലായിരുന്നു ഇന്നലെ രാത്രി സിനിമയുടെ ചിത്രീകരണം നടന്നത്. കൊച്ചിയുടെ വിവിധ മേഖലകളിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഇന്നലെ രാത്രി ഈ കാറ് ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു ഷൂട്ടാണ് ഇന്നലെ നടന്നത്. ആ ഒരു സീനാണ് ഇന്നലെ ഷൂട്ട് ചെയ്തത്. നടന്മാരായ അർജുൻ അശോക്, സംഗീത് പ്രതാപ് ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. മാത്യു തോമസ് ഉൾപ്പെടെയുള്ളവർ ആ വാഹനത്തിലുണ്ടായിരുന്നു. സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററാണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത്. ആ വാഹനമാണ്, ആ താരങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ വാഹനം ചേസ് ചെയ്യുന്ന രംഗമാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അമിത വേഗതയിലായിരുന്നു വാഹനം കടന്നുപോയത്. അത് ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെ അമിത വേഗതയിൽ കടന്നുപോയ ഈ വാഹനം MG റോഡിൽ വെച്ച് തലകീഴായി മറിയുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെ റൂഫ് ടോപ്പൊക്കെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അങ്ങനെ തലകീഴായി മറിയുകയായിരുന്നു വാഹനം. അതിന്റെ പിൻഭാഗമൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. തലകീഴായി മറിഞ്ഞ ഈ വാഹനം മറ്റു വാഹനങ്ങളിൽ സമീപ പ്രദേശത്തുണ്ടായിരുന്ന മറ്റു വാഹനം ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിൽ പോയിരിക്കുന്നു. അതിനുശേഷം ആ പ്രദേശത്ത് ഈ ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയിലെ ജീവനക്കാർ കുറച്ചുപേരുണ്ടായിരുന്നു, സ്വിഗ്ഗി ജീവനക്കാരൊക്കെ. അതിൽ പോയി വാഹനം ഇടിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ സ്വിഗ്ഗി ജീവനക്കാരനായ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീവൻ അപകടത്തിലാകാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഏതായാലും അങ്ങനെ 5 പേർ, ഈ താരങ്ങൾ ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് ഈ അപകടത്തിൽ പറ്റിയിരിക്കുന്നത്. താരങ്ങളായിട്ടുള്ള അർജുൻ അശോക്, സംഗീത് പ്രതാപ്, മാത്യു തോമസ്, അങ്ങനെ 3 താരങ്ങൾ, ഒപ്പം പുറത്തുണ്ടായിരുന്ന 2 പേർ, അങ്ങനെ 5 പേർക്കാണ് ഈ അപകടത്തിൽ പരുക്ക് പറ്റിയത്. സാരമായ പരിക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഗുരുതര പരിക്കല്ല ഇവർക്കൊന്നും. ഇവരെ ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് മുൻകൂർ അനുമതി ഇല്ലാതെയാണ് സിനിമാ ചിത്രീകരണം നടന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വാഹനം അമിത വേഗതയിൽ കടന്നു വന്നതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമായി പോലീസ് നിരീക്ഷിക്കുന്നത്. ഇന്നലെ ഒരു CCTV ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട്. ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വാഹനം ചീറിപ്പാഞ്ഞു വരികയായിരുന്നു. സിനിമയിലെ ഒരു ചേസിംഗ് രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ആ രീതിയിലായിരുന്നു വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവുക. അതിനിടയിലാണ് വാഹനം അപകടത്തിൽപ്പെടുന്നതും തലകീഴായി മറിയുന്നതും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തലകീഴായി മറിഞ്ഞതിന്റെ റൂഫ് ടോപ്പൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും വാഹനം പോലീസ് ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ താരങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇന്ന് പുലർച്ചെ 1:30 ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്.